നോക്കാം. അതായത് ഉദാഹരണശേഷി കിട്ടാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അശ്വഗന്ധയുടെ പൊടി എല്ലാ ആയുർവേദ ഷോപ്പുകളിലും അവൈലബിൾ ആണ്. ഇതൊരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ അര ടീസ്പൂൺ എടുത്തിട്ട് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഇളം ചൂടുള്ള പാലിലോ അല്ലെങ്കിൽ തേനിലോ അല്ലെങ്കിൽ നെയ്യിലോ കഴിക്കാവുന്നതാണ്. അത് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് 1 മാസം തുടർച്ചയായിട്ട് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല, വൈറ്റ് ഗോൾഡ് എന്നറിയപ്പെടുന്ന സേഫ്ഡ് മ്യൂസ്ലി, ഇതും കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഇളം ചൂട് പാലിനകത്ത് കുറച്ച് എടുത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി മൂന്നാമത്തെ റെമഡിയാണ് നട്ട്മെഗ്, അതായത് ജാതിക്കയുടെ പൊടിയും കുറച്ച് പൗഡർ ഫോമിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതും എടുത്തിട്ട് ബിഫോർ ബെഡ്, അതായത് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് വാം മിൽക്കിൽ കഴിക്കാവുന്നതാണ്. ഈ 3 റെമഡിയും മാറി മാറി ചെയ്ത് നോക്കാവുന്നതാണ്. അതേപോലെ ഫ്രൂട്ട്സിൻ്റെ കേസ് വരികയാണെങ്കിൽ വാട്ടർമെലണും ആഷ്ഗോർഡും ഒക്കെ മാറി മാറി ഉപയോഗിക്കാവുന്നതാണ്. ഇതൊക്കെ നാച്ചുറൽ വയാഗ്രൽ എഫക്റ്റ് തരുന്ന ഭക്ഷണങ്ങളാണ്. അപ്പോൾ കൂടുതലും സ്വന്തം ഇഷ്ടപ്രകാരം പോയിട്ട് പുറത്തുനിന്ന് വയാഗ്രൽ എഫക്റ്റ് ഉള്ള ടാബ്ലറ്റ്സ് എടുക്കുന്ന ആളുകളാണ് പലരും. അപ്പോൾ അത് പലർക്കും ഉദാഹരണം എന്നാൽ കിട്ടുന്നുമില്ല. ചിലപ്പോൾ ആ ഒരു സമയത്തേക്ക് മാത്രമായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അത് ആരോഗ്യ പ്രശ്നങ്ങൾ ഭാവിയിലേക്ക് ഉണ്ടാകും. ആദ്യം എടുക്കുന്ന രീതിയിലായിരിക്കില്ല. ആദ്യം എടുക്കുമ്പോൾ ചിലപ്പോൾ ഉദാഹരണമൊക്കെ കിട്ടുമായിരിക്കാം, പക്ഷെ ഭാവിയിലേക്ക് പോകെ പിന്നെ അതെടുത്താലും ഉദാഹരണം കിട്ടാത്തൊരവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് ആദ്യം തന്നെ ഇങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻ കണ്ടു കഴിഞ്ഞാൽ ഒരു ഗൈഡൻസിൽ തന്നെ അതൊരു ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിന് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് അല്ലെങ്കിൽ യോഗാസനാസ് ഒക്കെ എന്തൊക്കെയാണെന്ന് നോക്കുക. നമുക്ക് കാർഡിയോ വർക്കൗട്ട്സ് ചെയ്യാവുന്നതാണ്. അതായത് അധികമായിട്ട് പെട്ടെന്ന് നമുക്ക് സൈക്ലിംഗ്, വാക്കിംഗ്, സ്വിമ്മിങ് അങ്ങനത്തെ രീതിയിലുള്ള എക്സർസൈസും കാര്യങ്ങളും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് പോലത്തെ എക്സസൈസും കാര്യങ്ങളും ചെയ്യാവുന്നതാണ്. സമയമില്ലാത്തവർക്ക് കുറച്ചുകൂടെ ബെറ്റർ അതായിരിക്കും. മറ്റേ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഗൈഡൻസിൽ മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ. അത് 30 സെക്കൻഡ് റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ 30 സെക്കൻഡ് സ്പീഡിൽ വാക്ക് അല്ലെങ്കിൽ ഓടുകയോ അങ്ങനത്തെ രീതിയിലൊക്കെ ചെയ്യാവുന്നതാണ്. അതാണ് ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് എന്ന് പറയുന്നത്. ഇനി യോഗാസനാസ് ആണെങ്കിൽ 4 യോഗാസനാസ് ആണ് പറയുന്നത്. അപ്പോൾ 4 എണ്ണവും ഒരുമിച്ച് തന്നെ ഒരു കുറച്ച് കാലയളവിൽ അടുപ്പിച്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തേത് ത്രികോണാസനയാണ്. ത്രികോണാസന ചെയ്യുമ്പോഴത്തേക്കും അവിടുത്തെ പെൽവിക് സ്ട്രെങ്തനിങ്ങും കാര്യങ്ങളും ഒക്കെ കുറച്ചുകൂടെ കൂടുകയും ചെയ്യും. അതേപോലെ ബ്ലഡ് ഫ്ലോ ഒക്കെ നന്നായിട്ട് കൂടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ആസന ചെയ്യുന്നതിലൂടെ കൂടുതലും കോൺട്രാക്ഷൻസ് കിട്ടാനും അതേപോലെ പെൽവിക് സ്ട്രെങ്തനിങ് ആയി അവിടത്തേക്ക് ബ്ലഡ് സർക്കുലേഷൻ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആകാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തേത് പശ്ചിമോത്താനാസനയാണ്. ഇതും കുറച്ചുകൂടെ സ്പൈനൊക്കെ ഒന്ന് ബെൻഡ് ആകുമ്പോഴത്തേക്കും കൂടുതലും ബ്ലഡ് സർക്കുലേഷൻ അവിടത്തേക്ക് കിട്ടുന്നതാണ്. മൂന്നാമത്തേതാണ് ഭദ്രാസന. ഭദ്രാസന എന്ന് പറയുന്നത് ബട്ടർഫ്ലൈ പോസും കൂടിയാണ്. ഇത് ആണിനായാലും പെണ്ണുങ്ങൾക്കായാലും ഒരേപോലെ ഹെൽപ്പ് ആവുന്ന ഒരു പെൽവിക് സ്ട്രെങ്തനിങ് എക്സർസൈസും കൂടിയാണ്. അവിടത്തേക്ക് ബ്ലഡ് ഫ്ലോ കിട്ടാനായാലും അവിടുത്തെ പെൽവിക് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടായാലും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആസനയാണ്. നാലാമത്തേതാണ് ധനുരാസന. ഇത് പെൽവിക് ഓർഗൻസിനെയൊക്കെ നന്നായിട്ട് മസാജ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു 4 ആസന 4 ആഴ്ച തുടർച്ചയായിട്ട് 4ഉം കൂടെ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത് ചെയ്യുന്ന രീതിയിൽ അപ്പം എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ യൂട്യൂബിലാണെങ്കിലും ട്രെയിനേഴ്സ് ചെയ്യുന്ന രീതിയിലുള്ള ആസനാസൊക്കെ അവൈലബിൾ ആണ്. മറ്റുള്ളവർ ചെയ്യുന്നത് നോക്കി ചെയ്യാണ്ടിരിക്കുക. ട്രെയിനേഴ്സ് യോഗ പഠിച്ച് ചെയ്ത ആളുകൾ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു ഗൈഡൻസിൽ ചെയ്യുന്നതോ ആയിരിക്കും ഏറ്റവും കൂടുതലും നല്ലത്. അതൊരു 4 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ടതാണ്. പിന്നെ മറ്റൊന്നാണ് പെൽവിക് സ്ട്രെങ്തനിങ് ആയിട്ടുള്ള കീഗൽ എക്സർസൈസ്. ഇത് ചെയ്യുന്നിടത്തോളം അവിടുത്തെ മസിൽസ് ആയാലും നെർവ്സ് ആയാലും ഒക്കെ സ്ട്രെങ്തൻ ആയിട്ട് നല്ലൊരു ഉദാഹരണം കിട്ടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി സ്ട്രെസ്സ് കാരണമാണ് ഈ പറയുന്ന ഉദാഹരണ പ്രശ്നം വരുന്നതെങ്കിൽ അത് പ്രാണായാമയിലൂടെ തന്നെ മാറ്റാവുന്നതാണ്. പ്രാണായാമ അതേപോലെ മെഡിറ്റേഷൻ ടെക്നിക്സും കൂടെ ഒക്കെ നോക്കുക. അതായത് അനുലോമ വിലോമ പ്രാണായാമ, കപാൽഭാതി പ്രാണായാമ, ഓൾട്ടർനേറ്റ് നോസ്ട്രൽ ബ്രീത്തിങ് ആണ് ഈ അനുലോമ വിലോമ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ ഒരു ഗൈഡൻസിൽ തന്നെ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. യുണീക്ക് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് നിഷ്പന്ദ ഭാവ. ഇതൊരു ടൈപ്പ് ഓഫ് മെഡിറ്റേഷൻ ആണ്. ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാമായിട്ടുള്ള ഒരിടത്തിരിക്കുക, ബാക്ക് സപ്പോർട്ട് കൂടി ഇരുന്ന് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. കണ്ണടച്ച് സ്വസ്ഥമായിട്ടൊരു സ്ഥലത്തേക്ക് ഇരിക്കുക. മറ്റുള്ള ഫീലിങ്സോ ഇമോഷൻസോ ഒന്നും പാടില്ല. ചുറ്റിനുള്ള സൗണ്ടും മാത്രം ശ്രദ്ധിക്കുക. ഇത് കുറച്ച് നേരം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ നെർവസ് സിസ്റ്റം, അതായത് നാഡീവ്യവസ്ഥ ഒന്ന് നോർമൽ ആകാനും ഓട്ടോമാറ്റിക്കലി അതൊന്ന് കറക്റ്റ് ആകാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് ചെയ്യുന്നതിലൂടെ ഒരുപാട് നമുക്ക് മാറ്റങ്ങൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതും നമുക്ക് വീട്ടിൽ തന്നെ ട്രൈ ചെയ്യാവുന്നതാണ്. അതേപോലെ കൃത്യമായിട്ടുള്ള എക്സർസൈസും കൃത്യമായിട്ടുള്ള ഒരു ഡയറ്റും സപ്ലിമെൻ്റ് ആവശ്യമാണെങ്കിൽ അതും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രശ്നം തുടക്കത്തിൽ തന്നെ കണ്ടുപിടിച്ചാൽ അത് മാറ്റാവുന്നതേ ഉള്ളൂ.
ട്രീറ്റ്മെൻറ്റ് പിന്നെ എടുക്കുന്ന സമയത്ത് ട്രീറ്റ്മെൻറ്റ് വേണ്ട രീതിയിൽ തന്നെ എടുക്കുക, ഒരു ഗൈഡൻസിൽ അണ്ടറിൽ തന്നെ എടുക്കാൻ നോക്കുക. പിന്നെ എന്തെങ്കിലും മറ്റേ സ്ട്രെസ് റിലേറ്റഡ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ പറയുന്ന മെഡിറ്റേഷനും കാര്യങ്ങളും ഒക്കെ കൊണ്ട് തന്നെ നമുക്ക് നോർമലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് ഇതിനെ ഒരുപാട് തരത്തിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് പല രീതിയിൽ പല ആളുകൾക്ക് ഡിഫറെൻ്റ് ആണ്, എല്ലാവർക്കും ഒരേ രീതിയിലായിരിക്കില്ല ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ അതും കൂടെ ഒരു ഗൈഡൻസിൽ തന്നെ എടുക്കാനായിട്ട് നോക്കുക. പിന്നെ ഒരുപാട് തരത്തിലുള്ള ഷുഗറി ഐറ്റംസും കാര്യങ്ങളൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുക. അതായത് പുറത്തുനിന്നുള്ള ഒരുപാട് ഫ്രൈഡ് ജങ്ക് ഐറ്റംസും കാര്യങ്ങളൊക്കെയും അവോയ്ഡ് ചെയ്തുകൊണ്ട് തന്നെ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയറിലേക്ക് തന്നെ വരിക. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക്